ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് നല്ല നാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല മധുരമുള്ള നല്ല കളറൊക്കെയുള്ള നല്ല നാട്ടുമാങ്ങയാണ്. ഇത് കുറേ ഞങ്ങൾ കഴിച്ചു, പിന്നെ ബാക്കിയിരിക്കുന്നതാണിത്. അപ്പോൾ ഇത് വെച്ച് കുറച്ചെടുത്ത് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ പഴയ ചാനലിൽ ഞാൻ ഒത്തിരി മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലേ ഈ പുതിയ ചാനലിൽ ആദ്യമായിട്ടാണ് ഇത് കണ്ടത്. നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല നാട്ടുമാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് പൊളിച്ച് കളയണം കേട്ടോ. ഇതേപോലെ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ് നമുക്ക് കുറച്ചധികം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 8-9 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു നാട്ടുമാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇത് ബാക്കിയിരിക്കുന്ന ഈ മാങ്ങയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് കഴിച്ച് തീർക്കാം, അങ്ങനെ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അടുത്ത ദിവസം വീണ്ടും ഒരു മാമ്പഴ പുളിശ്ശേരി വയ്ക്കും. അപ്പോൾ ഞാൻ ഈ മാമ്പഴം എല്ലാം കൂടെ ഉണ്ടല്ലോ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. ഒത്തിരിയൊന്നും വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചു കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കാം. ഇളക്കി എല്ലാ ഉപ്പും ഒക്കെ നന്നായിട്ട് എല്ലായിടത്തും എത്തണം. അതേപോലെ നമുക്ക് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം അടച്ച് വെച്ചിട്ട് അതൊരു 10-15 മിനിറ്റ് ഒന്ന് ഇരുന്ന് നന്നായിട്ടൊന്ന് വേകട്ടെ കേട്ടോ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് തിളയൊക്കെ വന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണേ. ഇതിലേക്ക് നമുക്കിനി കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നെയ്യ് ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ശർക്കര ചേർക്കണം കേട്ടോ. ഞാൻ ശർക്കര ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ശർക്കരയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ ശർക്കരയും നെയ്യും എല്ലാം കൂടെ ഈ മാമ്പഴത്തേലൊന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് വരണം കേട്ടോ. നല്ല രീതിയിലൊന്ന് പിടിച്ചൊന്ന് നല്ല വരണ്ട് വരണം കേട്ടോ. നന്നായിട്ട് പിടിച്ച് വരണേ. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ഇതിനകത്ത് ഇച്ചിരി അരപ്പുണ്ടാക്കണം. അതിനുവേണ്ടി 2 വലിയ ടേബിൾ സ്പൂൺ 2.5 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 1.25 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഒരു കാര്യവും അതിനകത്ത് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ 1.25 ടീസ്പൂൺ മുളക് പൊടി. ചിലർ ഇതിനകത്ത് ജീരകമൊക്കെ ചേർക്കും കേട്ടോ. അപ്പോൾ ഞാനതൊന്നും ചേർക്കുന്നില്ല. കുറച്ച് 2-3 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട് കേട്ടോ. തൈര് ഇച്ചിരി കട്ടയല്ലായിരുന്നു, ലൂസായിരുന്നു. എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. ഈ സമയം നമ്മുടെ മാമ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം ഉണ്ടല്ലോ ഒരു 2 മിനിറ്റ് ഒന്ന് അരപ്പൊന്ന് വേകാനായിട്ടൊന്ന് അടച്ചു വെക്കണേ. അപ്പോൾ ഈ റെസിപ്പി നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതിനകത്ത് അധികം ജീരകമോ അതുപോലുള്ള വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അടച്ചു വെച്ചതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് ആവി കയറി വരട്ടെ. അപ്പോഴത്തേന് ഞാൻ ഇതിന് കടുക് താളിക്കാനായിട്ട് നെയ്ക്കകത്താണ് കടുക് താളിക്കുന്നത്. 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വന്നപ്പോഴത്തേന് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉലുവയാണ്. ഉലുവയൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരണം കേട്ടോ. ഉലുവ പൊട്ടി വരുന്ന ആ സമയം കൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ കടുകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകും കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് നന്നായിട്ട് താളിച്ചെടുക്കാം കേട്ടോ. കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ഇടണം കേട്ടോ. ഇതിനകത്ത് ചെറിയുള്ളിയോ അതുപോലുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. വറ്റൽമുളകും ഉലുവായും കടുകും കറിവേപ്പിലയും മാത്രമേ ഉള്ളൂ കേട്ടോ. താളിച്ചതിന് ശേഷം നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. കാണാൻ നല്ല ഭംഗിയല്ലേ? ഇതേപോലത്തെ റെസിപ്പി ചെയ്ത് നോക്കണം കേട്ടോ. വേറെ ഒരു കാര്യവും ചേർക്കാതെ, വെളുത്തുള്ളിയോ ഇഞ്ചിയോ ജീരകമോ ഒന്നും ചേർക്കാതെ ഇതേപോലെ ചെയ്താൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് നെയ്യ് ചേർക്കണം. ഇതിനകത്ത് നെയ്ക്കകത്ത് വേണം കടുക് വറുക്കാനും. മാമ്പഴം വേവിക്കുമ്പോൾ ഇച്ചിരി നെയ്യും കൂടെ ചേർക്കണം കേട്ടോ. ഇത്
ഇത് ഞാൻ വേറൊരു ചാനലിൽ നിന്ന് കണ്ടതാണ്. കോവിലത്തൊക്കെ ഇതേപോലെയാണ് വെക്കുന്നതെന്നാണ് പറയുന്നത്. ഏതായാലും ഇത്രയേ ഉള്ളൂ. താങ്ക് യു.